ചേച്ചി മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം ഇത്രയധികം ഒരു പെർസെൻറ്റേജ് ഓഫ് വോട്ടുകൾ കൂടുതലായി ലഭിക്കുന്നതിൻ്റെ ഒരു റീസണായിട്ട് ഞാൻ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് സാധാരണ ഏതൊരു സ്ഥാനാർത്ഥിയും പോകുന്നതിലും കൂടുതൽ വീടുകൾ പേഴ്സണലി നിങ്ങൾ നേരിട്ട് പോയി ആളുകളെ കാണാനും ഇൻട്രാക്ട് ചെയ്യാനും ശ്രമിക്കാറുണ്ട്. ആ ഒരു പേഴ്സണൽ ബന്ധത്തിൻ്റെ പുറത്തായിരിക്കാം അത്തരത്തിൽ കൂടുതൽ വോട്ടുകൾ വരുന്നതെന്ന് പറയുന്നുണ്ട്. അത് ശരിയായിരിക്കുമോ? അതായത് വീടുകളിൽ പോകാനായിട്ട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഒരേ സമയം തന്നെയാണ് കിട്ടുക. കാരണം നിങ്ങൾ അത് മാക്സിമം യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു മാസം നമുക്കിപ്പോൾ സമയം കിട്ടിയെന്ന് വിചാരിക്കുക, 28 ദിവസം അല്ലെങ്കിൽ ഒരു മാസം നമുക്ക് സമയം കിട്ടിയാൽ നമ്മൾ എല്ലാ വ്യക്തികൾക്കും ഒരേ ടൈമിംഗ് തന്നെയാണ് ഇലക്ഷന് കിട്ടുക. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറയുക, അതായത് ഒരു പക്ഷേ വ്യക്തിപരമായിട്ട് പ്രവർത്തകർക്കൊരു തോന്നലുണ്ട്, ഞാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ വേറൊരാളാണെന്ന്. അത് ഞങ്ങളിൽ പല ആളുകൾക്കും അങ്ങനെയുള്ള ഒരു നിങ്ങൾ CPM പാർട്ടി ഓഫീസിൽ പോയി വിട്ട് വോട്ട് ചോദിച്ചിട്ടില്ല? അവിടെ വരെ പോയി വോട്ട് തരണമെന്ന് പറഞ്ഞിട്ടില്ലേ? പാർട്ടി ഓഫീസല്ല, പാർട്ടിയുടെ കുറേ പേര് ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ ആലപ്പുഴയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, ഞാൻ ഉടുത്ത ചുമന്ന സാരി അത് അവരുടെയാണെന്ന് അതിലകത്ത് നിന്ന ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു. അപ്പോൾ എന്തിനാണ് ഈ ഫ്ലെക്സ് ബോർഡിൽ ചുമന്ന സാരി തന്നെ ഉടുത്തിട്ട് ആലപ്പുഴയിൽ ഒട്ടിച്ചത് എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളുടെ മുഖം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വോട്ട് തരാൻ തോന്നുകയാണ് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ സംസാരിച്ചപ്പോൾ ഞാൻ ആ തിരക്കിൻ്റെ ഇടയിലേക്ക്, കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അവർ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരായിരുന്നു, അവരുടെ ഇടയിലേക്ക് ഞാൻ ഇറങ്ങി ചെന്നു. അപ്പം ഞാൻ അവരോട് കൈപിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ ചുവപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഹൃദയത്തിൻ്റെ ഒരു വേണമെങ്കിൽ അങ്ങനെ പറയാം, നാട്ടിൻപുറത്തെ ചെമ്പരത്തി പൂക്കളെ നമുക്ക് അതിന് ഉപമിക്കാം. പിന്നെ നിങ്ങൾക്ക് വേറൊരാൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ നേതാവിനെ ഓർമ്മ വരികയാണ് ഈ സാരിയും ഈ ഇതൊക്കെ കാണുന്ന സമയത്ത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് വളരെ സ്നേഹമായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആലപ്പുഴയിൽ ഞാൻ വളരെ കുറേ കാര്യങ്ങൾ അവിടുത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് സ്വപ്നം കണ്ടിരുന്നു. അപ്പോൾ അതിനു വേണ്ടി കുറേ പദ്ധതികൾ ഞാൻ എൻ്റെ വികസന രേഖയിൽ 1000 കോടിയുടെ പദ്ധതി ആലപ്പുഴ പാർലമെൻറ്റിൽ നടപ്പിലാക്കും എന്നെനിക്ക് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ അത് കാരണം എന്താ വെച്ചാൽ ആ സമയത്താണ് ഡിജിറ്റൽ പാർക്ക്, എൻ്റെ ഒരു പോയിൻ്റായിരുന്നു, ഡിജിറ്റൽ പാർക്ക് അവിടെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 1-2 യൂണിവേഴ്സിറ്റികൾ അതിനെ ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇലക്ഷൻ്റെ തൊട്ട് മുന്നേ ആയിട്ട്. അപ്പോൾ അതിൽ ഒരു പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റും. അതെങ്ങനെയാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ദേശീയ നയം കൊണ്ടുവന്നിട്ടുണ്ട് ശ്രീമാൻ നരേന്ദ്രമോദി. ആ ദേശീയ നയം, വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ നയം കൊണ്ടുവരുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. 1986 കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയത്തിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം ഇപ്പോൾ പുതിയത് പ്രഖ്യാപിച്ച സമയത്ത് അദ്ദേഹം പറയുന്നത് +2 വരെ നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകും. ഈ സ്കൂളുകളിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ആ +2 വരെ അവർക്ക് പഠനം, പരീക്ഷ, അതിന് മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ. എന്നാൽ സ്കൂൾ വിഷയങ്ങളിൽ അവർ പഠിച്ചു കഴിയുമ്പോൾ അവരുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് ഡോക്ടർ അല്ലെങ്കിൽ എൻജിനീയർ, അത് അവരുടെ രക്ഷാകർത്താക്കളും, അതായത് ഒരു എക്കണോമിക്കലി കുറച്ച് സ്റ്റേബിളായിട്ടുള്ള ഫാമിലിയിലെ ആളുകളെല്ലാം പറയും മകൻ ഒന്നുകിൽ എൻജിനീയർ ആവണം അല്ലെങ്കിൽ ഡോക്ടർ ആവണം എന്ന് പറയും. പക്ഷേ കുട്ടിക്ക് സത്യത്തിൽ പഠിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചുള്ള ഒരു ഗ്രാഹ്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയ സമയത്ത് എനിക്ക് കാണാൻ സാധിച്ചത്, ഇപ്പോൾ കൊണ്ടുവന്ന ഈ ദേശീയ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു മനസ്സിനകത്തൊരു വിഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാനതിൽ എൻ്റെ വികസന രേഖയിൽ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ വളരെ അത്ഭുതവും എനിക്ക് സന്തോഷവും തോന്നിയത്, ഇപ്പോഴത്തെ ദേശീയ വിദ്യാഭ്യാസ നയം അദ്ദേഹം പ്രഖ്യാപിച്ചതിൽ പറയുന്നത് എൻ്റെ ചിന്തയിൽ കുറച്ച് അതിനകത്ത് ശരിയുണ്ട് എന്ന് തോന്നുന്ന രീതിയിലാണ്. അതായത് 6ാം ക്ലാസ് മുതൽ ഒരു കുട്ടി ഒരു വർഷത്തിൽ 10 ദിവസം ഇൻറ്റേൺഷിപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത് ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ. മാത്രമല്ല അത് തൊഴിൽ മേഖലയ്ക്ക് വലിയ മാറ്റമുണ്ടാക്കാൻ സാധിക്കും എന്ന് പറയാണ്. എന്നിട്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള മേഖല തിരഞ്ഞെടുക്കാൻ പറ്റുന്നു. അതായത് ഒരുപക്ഷെ അവർക്ക് അവരുടെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറയുന്നത് ചിത്രം വരയ്ക്കുന്നതാവാം, ചിലപ്പോൾ അവരുടെ ഇഷ്ടം എന്ന് പറയുന്നത് പോർട്രേറ്റ്, അതായത് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നതാവാം, അല്ലെങ്കിൽ കരകൗശല വസ്തുക്കൾ എന്ത് വേണമെങ്കിലും ആവാം, അതുപോലെ മരപ്പണിയാവാം, അല്ലെങ്കിൽ അവർക്ക് ടൂറിസത്തിൻ്റെ സാധ്യതയെക്കുറിച്ചിട്ടുള്ള ഒരു കുട്ടിയുടെ അറിവും കഴിവും എന്ന് പറയുന്നത് അവൻ മെക്കാനിക്കൽ എൻജിനീയറിങ് അവന് ചെയ്യാൻ പറ്റുമോ എന്നെല്ലാം ഒരു പക്ഷേ അവൻ്റെ ഈ ചെറിയ വയസ്സിൽ നിന്നുള്ള വിദ്യാഭ്യാസത്തിൽ ഒരു അതിനൊരു പ്രാക്ടിക്കൽ സൈഡ് കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ വളരെ വേഗം മുന്നോട്ട് പോകും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ ചിന്തയും അദ്ദേഹത്തിൻ്റെ വാക്കുകളും വന്നിട്ടുള്ളത്. അപ്പോൾ അത് അധ്യാപകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിൽ വരുന്ന സമയത്ത് ഞാനിത് പറഞ്ഞു, അതായത് +2 പഠനം ആലപ്പുഴയിൽ ഭയങ്കര പാവപ്പെട്ട ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ ക്ലാസ്സിൽ പോകാൻ
എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പരിതാപകരമായിട്ടുള്ളൊരവസ്ഥ കേരളത്തിൽ മറ്റൊരു ജില്ലയിലുണ്ടോ എന്നുള്ളത് നമുക്ക് അത്ഭുതം തോന്നും. അങ്ങനത്തെ വേദന അനുഭവമുള്ള ആളുകൾ. അപ്പോൾ എന്നോട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ വന്നിട്ട് ഞാൻ ഇത് പ്രസംഗത്തിൽ പറഞ്ഞ സമയത്ത് 2-3 പെൺകുട്ടികൾ അടുത്ത് വന്നു. അവർ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾ BJP കാരൊന്നല്ല, പക്ഷേ ശോഭാജി പറഞ്ഞത് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവർ ആൻറ്റി എന്നാണ് വിളിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ജയിച്ചാൽ, ഞാൻ MP ആവുകയാണെങ്കിൽ +2 പാസ്സായിട്ടുള്ള ഏതൊരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിക്കും 25,000 രൂപയുടെ സ്കോളർഷിപ്പ് അത് കൊടുക്കാൻ തയ്യാറാണ് എന്ന് ഞാൻ പറയേണ്ടത്. ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാനായിട്ട്. കാരണം എന്താ വെച്ചാൽ ആ പോകാനുള്ളത് വലിയൊരു ബാധ്യതയാണ് പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ച്. കാരണം +2 കഴിയും, എങ്ങനെയെങ്കിലും കുട്ടികൾ കഴിയും. പിന്നെ പെട്ടെന്നൊരു 25,000 രൂപ എടുക്കാൻ അല്ലെങ്കിൽ ഒരു 20,000 രൂപ എടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത് ഞാൻ അപ്പോൾ എന്നോട് ചോദിച്ചു, ഇതെങ്ങനെ മാഡം തരും എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, MP-യുടെ ഫണ്ട് ഉണ്ടാവും, പിന്നെ CSR ഫണ്ട് ഞാൻ കൊണ്ടുവരും. കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോൾ ഭാഗ്യവശാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിദ്യാലക്ഷ്മി പദ്ധതിയുണ്ട്. 7.5 ലക്ഷം രൂപ വരെ ലോണ് ലഭിക്കും. അത് ഗ്യാരണ്ടി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നോർത്ത് ഇന്ത്യയിലെ പ്രസംഗത്തിൽ പറഞ്ഞു, നിങ്ങൾ ഒരു പെൺകുട്ടി പോലും അല്ലെങ്കിൽ ഒരു കുട്ടി പോലും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കോളേജ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ബുദ്ധിമുട്ടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ല, ഇത് മൊത്തമായിട്ട് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പക്ഷേ ജയിച്ചില്ലല്ലോ, പക്ഷേ ജയിച്ചിരുന്നുവെങ്കിൽ ആ 25,000-വും ഈ വിദ്യാലക്ഷ്മി പദ്ധതിയും അതുപോലെ പലതും നമുക്ക് അവിടെ ലഭ്യമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു.